വചനം പറയുന്നു, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് വിധേയത്വം എന്ന് പറയുന്നത്. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ള അയൽക്കാരായിരിക്കാം, ഇവരോടൊക്കെ ഒരു വിധേയത്വത്തോടു കൂടി സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് അധികാരങ്ങളും അതുപോലെ വല്ല പവറൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട്, വിധേയത്തോട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അധികാരത്തിൻ്റെ വലിയ ഒരു ദുർവിനിയോഗം തന്നെയായിരിക്കും നമ്മൾ നടത്തുക. അല്ലെങ്കിൽ അധികാരിയായിട്ട് മറ്റുള്ളവരുടെ സ്വേച്ഛാധിപതിയായി അവരുടെ മേലെല്ലാം അടിച്ചേൽപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണും. സ്നേഹമുള്ളവരെ, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്താതെ എല്ലാവരോടും സ്നേഹത്തോടെയും വിധേയത്തോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ.